നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ആനുകൂല്യം ഇപ്പോൾ 2000 രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത്. ഈ സഹായം ഇനി 2026 മുതൽ പലർക്കും ലഭിക്കണമെങ്കിൽ സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കണം. ആധാറിൻ്റെ ഒരു കോപ്പി കൂടി ചേർത്ത് വേണം നമ്മളിത് ഹാജരാക്കാൻ. നമ്മളുടെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ പരിധിയിൽ ഇത് നേരിട്ട് ഏൽപ്പിക്കുകയും വേണം. അതായത് ആനുകൂല്യം 2000 രൂപ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയാണ് രേഖകൾ ഹാജരാക്കാനുള്ള പ്രധാന നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഏതൊക്കെ വിഭാഗങ്ങളെയാണ് ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വീഡിയോയിൽ പറയുകയാണ്. തീർച്ചയായിട്ടും അറിയിപ്പ് ശ്രദ്ധിക്കുക. സംസ്ഥാനത്തെ നിലവിൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർക്കൊന്നും ഇത്തരം രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ സർക്കാരിൻ്റെ പുതിയ നിർദ്ദേശമനുസരിച്ച് ചില പഞ്ചായത്തുകളിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നുണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് നാളിതുവരെ സമർപ്പിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കളോടാണ്, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് സേവനയിൽ അപ്ലോഡ് ചെയ്യാത്ത ഗുണഭോക്താക്കളുടെ വിവരമാണ് സർക്കാർ എടുക്കുകയും, അതായത് നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലങ്ങളിൽ നിന്ന് ഉദ്യോഗസ്ഥർ ഇത് എടുക്കുകയും അതിനുശേഷം ഇത് കൃത്യമായിട്ട് അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ അവർ നിങ്ങളെ അറിയിക്കും. അപ്പോൾ അങ്ങനെ നിർദ്ദേശം ലഭിക്കുന്നവർ വരുമാന സർട്ടിഫിക്കറ്റ് ഒന്നുകൂടി സമർപ്പിക്കണം. അത് പുനർവേരിഫിക്കേഷന്റെ ഭാഗമായിട്ടാവാം, അല്ലെങ്കിൽ സേവനയുടെ സൈറ്റിൽ ഇതുവരെ നമ്മളുടെ ഡോക്യുമെന്റ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റിലെ വരുമാനം കാണിച്ചിട്ടില്ലായിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവരോട് വരുമാന സർട്ടിഫിക്കറ്റ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് വാർദ്ധക്യകാല പെൻഷൻ ആയിക്കോട്ടെ, വിധവാ പെൻഷൻ ആയിക്കോട്ടെ, ഭിന്നശേഷി ആനുകൂല്യങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് അവിവാഹിത പെൻഷൻ സ്കീമോ അങ്ങനെയുള്ള ആനുകൂല്യം വാങ്ങുന്ന ഏത് വിഭാഗങ്ങളോടും സർക്കാർ ഇത് ആവശ്യപ്പെടാം. അത് ആവശ്യപ്പെടുന്നവർ മാത്രം ഇത് നൽകിയാൽ മതി. പൊതുവായിട്ട് ഈ രേഖ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. അതായത് എല്ലാ ഗുണഭോക്താക്കളും ഈ രേഖ സമർപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിർദ്ദേശം ലഭിച്ചവർ മാത്രം ഇത് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് സാക്ഷ്യപത്രങ്ങൾ ഹാജരാക്കേണ്ടത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരുമാണ്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അവിവാഹിത പെൻഷൻ സ്കീം വഴി 2000 രൂപ ആനുകൂല്യം സർക്കാർ നൽകുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ സ്കീമിലും 60 വയസ്സ് കഴിയാത്തവർക്ക് നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ പ്രായപരിധിയിലൊക്കെ ഉൾപ്പെടുന്നവർ 2025 സെപ്റ്റംബർ മാസം 30-ാം തീയതി വരെ പെൻഷൻ ലഭിച്ചിട്ടുള്ളവരാണ് ഈ സമയത്ത് ഈ ഒരു ഡോക്യുമെൻ്റ് ഹാജരാക്കേണ്ടത്. നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, അതായത് വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സാക്ഷ്യപത്രങ്ങൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസിൽ നിന്നും നമ്മൾ കരസ്ഥമാക്കി. ഇതോടൊപ്പം തന്നെ ആധാറിൻ്റെ ഒരു പകർപ്പ് കൂടി ചേർത്ത് വേണം നമ്മൾ ബന്ധപ്പെട്ട പഞ്ചായത്തിൽ ഇത് ഏൽപ്പിക്കാൻ. പെൻഷൻ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഇത് ഏൽപ്പിക്കുകയോ ഫ്രണ്ട് ഓഫീസിൽ ഇത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുകയോ ചെയ്യേണ്ടതാണ്. 2026 ജനുവരി മാസം 31-ാം തീയതി വരെയാണ് രേഖകൾ സമർപ്പിക്കാനുള്ള സമയമുള്ളത്. ആ ഒരു സമയത്ത് ഡോക്യുമെൻറ്റുകൾ ഹാജരാക്കിയില്ല എങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാത്തതിൻ്റെ കാരണത്താൽ നമുക്ക് പെൻഷൻ തുക തടസ്സപ്പെടുന്നതായിരിക്കും. ജനുവരി മാസം വരെ നമുക്ക് തടസ്സമില്ലാത്ത പെൻഷൻ ലഭിക്കും. എന്നാൽ ഫെബ്രുവരി മുതൽ ഇതിലെ വിവരങ്ങൾ കൃത്യമായിട്ട് സേവനയിലേക്ക് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പെൻഷൻ സഹായം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാന അറിയിപ്പ് കൂടിയാണ്. നിലവിൽ ഈ ഒരു പുനർവിവാഹിതയല്ല അല്ലെങ്കിൽ വിവാഹം ചെയ്തിട്ടില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ CSCകൾ വഴിയോ അപേക്ഷകൾ വയ്ക്കുക. അതിനുശേഷം അപ്രൂവ് ആകുമ്പോൾ ഫോണിലേക്ക് അറിയിപ്പെത്തും. ആ ഡോക്യുമെൻറ്റും ആധാറിൻ്റെ കോപ്പിയും ചേർത്ത് വേണം ഇത് ഏൽപ്പിക്കാൻ. അപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. പെൻഷൻ തുക മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി സർക്കാർ നൽകുന്ന ഇത്തരം അറിയിപ്പുകൾ കൃത്യസമയത്ത് ശ്രദ്ധിക്കുകയും അതനുസരിച്ച് വേണ്ട ഡോക്യുമെൻറ്റുകൾ ഹാജരാക്കുകയും ചെയ്യേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.